നമസ്കാരം. ഇന്ന് ശിശുദിനമാണ്. ഇന്നത്തെ ന്യൂസ് ടൈം വാർത്തകൾ വായിക്കുന്നത് ഞങ്ങളാണ്. ഞാൻ അന്ന ജോസ്. ആദ്യം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായി തന്നെ നടത്താൻ ആലോചന. ഇതിനായി ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. വ്യാജരേഖയുണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ചപരിമിതനെ കബളിപ്പിച്ചുവെന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു. പരാതി ഗൂഢാലോചനയെന്ന് ബാങ്കിന്റെ വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. വിജ്ഞാപനത്തിനൊപ്പം ഭരണാധികാരികൾ തിരഞ്ഞെടുപ്പിന്റെ പൊതു നോട്ടീസും പരസ്യപ്പെടുത്തും. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വിദ്യാഭ്യാസ കലണ്ടർ താളം തെറ്റിയെങ്കിലും സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായി തന്നെ നടത്താൻ ആലോചന. ഇതിനായി ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ഘട്ടമായി പരീക്ഷ നടത്താനുള്ള സാധ്യത തേടിയിരുന്നു. ഡിസംബർ 15-ന് പരീക്ഷ ആരംഭിച്ച് 23-ന് പൂർത്തിയാക്കി സ്കൂൾ അടയ്ക്കും. ജനുവരി 5-നാകും തുറക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1-2 പരീക്ഷകളിൽ സ്കൂൾ തുറന്ന ശേഷം ജനുവരി 7-ന് നടക്കും. അന്തിമ തീരുമാനം വിദ്യാഭ്യാസ നിലവാര സമിതി യോഗത്തിലെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ഘട്ടമായി പരീക്ഷ നടത്താനുള്ള സാധ്യത തേടിയിരുന്നു. എന്നാൽ അവധിക്ക് മുൻപും ശേഷവുമുള്ള പരീക്ഷ വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വായ്പ തിരിച്ചടച്ചിട്ടും വ്യാജരേഖയുണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ചപരിമിതനെ കബളിപ്പിച്ചുവെന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു. മേലടൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരന്റെ പരാതിയിലാണ് വെണ്ണൂർ സഹകരണ ബാങ്ക് മേലടൂർ ശാഖയിലെ 5 ജീവനക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. കുമാരൻ അറിയാതെ 2009 മുതൽ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് 2 തവണയായി 15 ലക്ഷം എടുത്തുവെന്നാണ് പരാതി. വെണ്ണൂർ സഹകരണ ബാങ്ക് മേലൂർ ശാഖയിലെ 5 ജീവനക്കാരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. മേലടൂർ സ്വദേശിയായ കൂട്ടാലപ്പറമ്പിൽ കുമാരൻ എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയത്. കുമാരൻ അറിയാതെ 2009 മുതൽ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് 2 തവണയായി 15 ലക്ഷം രൂപ എടുത്തുവെന്നാണ് പരാതി. 2015 ഞാൻ ലോൺ എടുത്തു. എൻ്റെ മോൾക്കുടെ വിവാഹത്തിന് ലോൺ എടുത്തു. അത് 2017 ഞാൻ അടച്ചു തീർത്തു. എൻ്റെ ആധാരം തിരിച്ചു തരാൻ പറഞ്ഞ് തരണില്ല. അവർ അനിയന് ബാധ്യതയുണ്ടെന്ന് പറയും. ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തരില്ല. ഇങ്ങനെ കൊല്ലങ്ങൾ 10ആയി ഇപ്പോഴും അന്വേഷിച്ചിട്ട് കിട്ടണില്ല. ഇപ്പോൾ അവർ പറയുന്നത് അമ്മ ഒരുപാട് ബാധ്യതയായി. അപ്പം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ 12.5 ലക്ഷം രൂപയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവരെ കൊണ്ട് ചാർട്ട് എടുപ്പിച്ചു. അപ്പം ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങൾ എടുക്കാത്ത ലോൺ. അത് കഴിഞ്ഞ് പിന്നെ പറയണത് 5 ലക്ഷം എടുത്തിട്ടുണ്ട്, 10 ലക്ഷം എടുത്തെന്നൊക്കെ പറയണത്. ഞങ്ങൾ എടുത്തിട്ടില്ല, പോയിട്ടില്ല. ആകെ 2 പ്രാവശ്യം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയോട് പറയുന്നു. സെക്രട്ടറി തരണില്ല. അപ്പോൾ സെക്രട്ടറി ഇതിലെന്തോ വ്യാജരേഖ ചെയ്ത് അവർ കാശെടുത്തിട്ടുണ്ട്. ഇവരോട് തരാൻ പറഞ്ഞാൽ അവർ തന്നെയില്ല. ഇങ്ങനെ കിട്ടാണ്ടായപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇപ്പം ഞാൻ ആരെങ്കിലും സാറന്മാരുടെ കൈകാലം പിടിച്ച് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരണം. ഇത് ഞാൻ അപേക്ഷിക്കുന്നു. പരാതിയിൽ മാള പോലീസ് ബാങ്ക് ജീവനക്കാരുടെ മൊഴിയെടുത്തു. എന്നാൽ കുമാരന്റെ വായ്പ ഇപ്പോഴും കുടിശ്ശികയാണെന്നും ആധാരം പണയം നൽകി വായ്പ തുക കൈപ്പറ്റിയത് രേഖാമൂലം മാത്രമാണെന്നും ബാങ്ക് മാളയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. ഈ വായ്പയിൽ നാളിതുവരെ 18,558 രൂപ മാത്രമാണ് പരിശീലനത്തിൽ അടച്ചിട്ടുള്ളത്. ബാക്കി തുകകൾ മുഴുവനായിട്ടും ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ആകെ 7,23,548 രൂപ അടയ്ക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇത് കൊടുക്കാൻ വഴിയില്ല. ആധാരം കഴിയില്ല. മേൽ വായ്പ നിലവിലിരിക്കെ 11/11/2015 മേലടൂർ ബ്രാഞ്ചിന്റെ ശാഖയിൽ നിന്നും MT 1823 പ്രകാരം വിവാഹാവശ്യത്തിനായി 2 ലക്ഷം രൂപ കുമാരൻ വായ്പ എടുത്തു. ഈ തുക പണമായി തന്നെ ബ്രാഞ്ചിൽ നിന്ന് കുമാരന് നൽകിയിട്ടുണ്ട്. ഈ വായ്പയിലേക്ക് 15 തവണകളിലായിട്ട് 5/1/2017 ഉൾപ്പെടെ 2 ലക്ഷം രൂപ മുതലും 8,977 രൂപ പലിശയും
കുമാരൻ അടച്ചു തീർത്തിട്ടുള്ളതാണ്. മറ്റു വായ്പകളായ MT 1470 2.5 ലക്ഷം രൂപയും MT 1863 10 ലക്ഷം രൂപയും നിലവിൽ ഉണ്ടായിരുന്നതിനാലാണ് കുമാരൻ പറയുന്ന പോലെ 5/1/2017 ആധാരം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നത്. ബാങ്കിനെതിരെ നൽകിയ പരാതിയും ആരോപണവും ഗൂഢാലോചനയാണെന്നും ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആളുകളെ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ വായ്പ എടുത്താൽ കൃത്യമായി തിരിച്ചടച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നിക്ഷേപകർ പണം കൊടുക്കാൻ കഴിയും. അത് കൊടുക്കുന്ന കാര്യത്തിൽ കണ്ണൂർ ബാങ്ക് കൃത്യതയോടെ മുന്നോട്ട് പോകുന്നു. അതിലേക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആളുകളെ വലിയ സഹായം ആവശ്യമാണ്. ഒരു തരത്തിലും വായ്പക്കാരെയോ അത്തരത്തിലുള്ള ആളുകളെയോ പീഡിപ്പിക്കുന്ന ഒരു സമീപനം നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കുടിശ്ശിക സംബന്ധിച്ച നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സഹകരണ വകുപ്പാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ പരാതിക്കാരനായ കുമാരൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മറ്റൊരു പരാതിയും നൽകിയിട്ടില്ലെന്നും പ്രസിഡന്റ് MB പ്രസാദ്, സെക്രട്ടറി ED സാബു എന്നിവർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് പിന്നിലെന്ന് അന്നമനടയിലെ കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു. മീഡിയ ടൈം, മാള. ചാച്ചാജിയുടെ ഓർമ്മദിനത്തിൽ രാജ്യം ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 136ാം ജന്മദിനമായ നവംബർ 14 രാജ്യം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. നെഹ്റുവിൻ്റെ സംഭാവനകൾ ഓർക്കാനും ആദരിക്കാനും സ്കൂളുകളും സംഘടനകളും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു. ഉത്തർപ്രദേശിലെ അലഹാബാദിൽ 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുന്നത്. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതെന്ന മഹത്തായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതാണ്. കുട്ടികളുടെ അവകാശങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, മൊത്തത്തിലുള്ള വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു നെഹ്റു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഓർക്കാനും ആദരിക്കാനും സ്കൂളുകളും സംഘടനകളും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. വിജ്ഞാപനത്തിനൊപ്പം അതത് വരണാധികാരികൾ തെരഞ്ഞെടുപ്പിന്റെ പൊതു നോട്ടീസും പരസ്യപ്പെടുത്തും. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാം. രാവിലെ 11 മുതലാണ് പത്രിക സമർപ്പണത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിരിക്കുന്നത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4000 രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ 5000 രൂപയും കെട്ടിവെക്കണം. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും. സ്ഥാനാർത്ഥിക്കൊപ്പം 3 അംഗപടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിന് 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ. വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ആദ്യഘട്ട പോളിംഗ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട പോളിംഗ് 11-നുമാണ്. ഡിസംബർ 13-നാണ് ഫലപ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 40 സീറ്റുകൾക്ക് പിന്നാലെ 22 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുവാനുള്ള 2 സീറ്റുകളുടെ സസ്പെൻസ് പുറത്തുവിടാറായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 40 സീറ്റുകൾക്ക് പിന്നാലെ 22 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. 10ാം ഡിവിഷൻ രവിപുരത്തെയും 5ാം ഡിവിഷൻ ചെറളായിയിലെയും സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇനി കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ളത്. ചെറളായിയിൽ മുതിർന്ന BJP വനിതാ നേതാവിനെയും കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രഖ്യാപിക്കാനുള്ള 2 സീറ്റുകളുടെ സസ്പെൻസ് പുറത്തുവിടാറായിട്ടില്ലെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ചെറളായി ഡിവിഷനും അതുപോലെ 10ാം ഡിവിഷൻ രവിപുരം ഡിവിഷനാണ്. 2 സീറ്റിലും അടുത്ത ദിവസം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാർ ഈ 2 ഡിവിഷനിലും ഉണ്ടാകും. അതൊരു സസ്പെൻസാണ്.
അപ്പോൾ അതുകൊണ്ട് 62 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു. നമുക്ക് കുറേയധികം മുന്നേറാൻ കഴിയുമായിരുന്ന സാധ്യതകളെ ഇല്ലാതാക്കിയ 5 വർഷക്കാലം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകുക. കൊച്ചിക്ക് കുറേ കൂടി ഒരു വികസന സ്വപ്നങ്ങളും സാധ്യതകളും ലോക നിലവാരത്തിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തെ മാറ്റാൻ കഴിയാവുന്ന രീതിയിലേക്ക് വളരെ നല്ല രീതിയിൽ ഒരു കോർപ്പറേഷൻ്റെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് മത്സരിപ്പിക്കുന്ന ഈ സ്ഥാനാർത്ഥിമാർ അവർ വിജയിച്ചു വന്നാൽ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടേക്കാവുന്ന അഡ്വക്കേറ്റ് VK മിനിമോൾ പാലാരിവട്ടം ഡിവിഷനിലും സിറ്റിംഗ് കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ വടുതല ഈസ്റ്റ് ഡിവിഷനിലും സ്ഥാനാർത്ഥിയാവും. ലിസ്റ്റിൽ 60% വനിതകളെ പരിഗണിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. CMPയെ ഇക്കുറി ജനറൽ സീറ്റിൽ പരിഗണിച്ചു. 61 കോണം സീറ്റിൽ CMP ജില്ലാ സെക്രട്ടറി P രാജേഷ് മത്സരിക്കും. മീഡിയ ടൈം, കൊച്ചി. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് സെൻട്രൽ സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിജോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കുര്യൻ ആലപ്പാട്ട് സംസാരിച്ചു. ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി അമ്മയോടൊപ്പം എന്ന മത്സര പരിപാടി നടത്തി. വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. മേലൂർ ആഴക്കാപ്പിള്ളി അടച്ചിലി സ്വദേശിയായ ശോഭനനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊരട്ടിയിൽ കഴുത്തിൽ മുറിവേറ്റ് മേലൂർ കുന്നംപിള്ളി സ്വദേശി മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരൻ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് ശോഭനനെ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ചയാണ് കുന്നംപിള്ളി പാണേലി വീട്ടിൽ രാജപ്പൻ്റെ വീട്ടിൽ വെച്ച് മദ്യപാനത്തിനിടെ സുധാകരനും ശോഭനനും തമ്മിലുണ്ടായ വാക്തർക്കത്തിനിടെ ശോഭനൻ സുധാകരനെ കൊലപ്പെടുത്തിയത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി DYSP K രാജു, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനീഷ്, കൊരട്ടി പോലീസ് സ്റ്റേഷൻ SA മുഹസിൻ, GSAമാരായ റെജിമോൻ, ജോയ്, ഷിബു, GSAമാരായ നാഗേഷ്, ഷിജോ, CPOമാരായ അഭിലാഷ്, ശ്രീനാഥ്, ശ്യാം, ശ്രീജിത്ത്, ജിതിൻ, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, ചാലക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായി തന്നെ നടത്താൻ ആലോചന. ഇതിനായി ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. വ്യാജരേഖയുണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ചപരിമിതനെ കബളിപ്പിച്ചുവെന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു. പരാതി ഗൂഢാലോചനയെന്ന് ബാങ്കിന്റെ വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. വിജ്ഞാപനത്തിനൊപ്പം ഭരണാധികാരികൾ തിരഞ്ഞെടുപ്പിന്റെ പൊതു നോട്ടീസും പരസ്യപ്പെടുത്തും. ഇതോടെ ന്യൂസ് ടൈം അവസാനിച്ചു. നമസ്കാരം.